ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക. ഇപ്പോൾ ഇതാ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്ര നാൾ വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു, ജോലിയും അപ്ലൈ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഐക്യയിൽ പോകാനുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇവിടെ ഐക്യ പോകുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആവാം, പ്ലസ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ വെൽക്കം ബാക്ക്. ഇതുണ്ടോ ഇതുപോലെ പണിതിട്ടിരിക്കുക. അവർക്കപ്പോൾ താഴെ നിന്ന് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊക്കെ കയറണമെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് തന്നെ സ്റ്റെയർ വഴി ആക്സസ് ചെയ്യാം. സോ എനിക്ക് ഇടയ്ക്ക് ഇൻട്രൂസീവ് തോട്ട്സ് ഒക്കെ വരും ഈ വഴി കൂടെ കാണാൻ ഇറങ്ങി താഴെ പോയാലും. പിന്നെ ജീവന കൊതിയുള്ളതുകൊണ്ട് ഞാൻ വേണ്ട പോകും. എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ ഇനി തുടരണമെങ്കിൽ എൻ്റെ ഭർത്താവ് ഇനിയിപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങണം. നിങ്ങൾക്കുണ്ടോ ഈ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റൊക്കെ അവിടെ തന്നെ ഇരിക്കുന്ന ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ പ്ലീസ്. ബോണസ് കൊടുക്കുന്ന സമയത്ത് ശരിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വിഷ്ണുവിന് സേമിയ ഉപ്പുമാവ് കഴിക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം. പക്ഷേ സവാള നോക്കിയപ്പോൾ സവാള കാണുന്നില്ല, ക്യാരറ്റിന് ക്യാരറ്റ് ഇല്ല, ഒന്നും ഇരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് പോയിട്ട് സവാള മേടിക്കാൻ പോകും. സവാള ഇപ്പം ഈ പുറത്തേക്ക് കാണുന്ന വെതറൊക്കെ വെറും പച്ചക്കലാണ്. ഇനിയിപ്പോൾ ഒരു 2 മണി ഒക്കെ ആവുമ്പോഴേക്കും തന്നെ സൂര്യൻ വരും. ഇപ്പോൾ ഇവിടെ ടൈം മാറി തുടങ്ങി. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ട് നേരത്തെ അത്ര തണുപ്പൊന്നുമില്ല. പിന്നെ ഇവിടെ സൺസെറ്റ് ആകുന്നത് ഇപ്പോൾ രാത്രി 9 മണി ആ സമയത്തൊക്കെയാണ്. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ക്ലോക്ക് പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. മറ്റേത് വിൻ്ററായിരുന്നു, നേരത്തെ ഇത് പോവായിരുന്നു, സൂര്യൻ പോവായിരുന്നു. ഇപ്പോൾ അതേ വൈകി സൂര്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മിക്കവാറും ഈ വിൻ്റർ സമ്മറും കഴിയുമ്പോഴേക്കും തന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും കൊള്ളാം, വിൻ്ററിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു സമ്മറാട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇവിടം കൊണ്ട് കുറച്ച് സുഖമുണ്ട്. അപ്പോൾ അയ്യോ ഞാൻ സാറ് കച്ചര ചൂട്ടു. ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പതിവായിരിക്കും. നമ്മുടെ സവാള ഇരിക്കുന്നു ഗൈസ്. എനിക്ക് ആ പൈലിൽ നിന്ന് എനിക്ക് കുത്തിപ്പറക്കാനും വയ്യ. അപ്പം ഞാൻ ഇങ്ങനെ ടൈറ്റായിട്ട് കിട്ടുന്ന ഒരു പാക്കറ്റ് പോലെ ഇങ്ങനെ കിട്ടുന്ന ഒരു സാധനം ഞാനിങ്ങനെ എടുത്തു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ലൂസായിട്ട് കിട്ടുന്ന സവാള മൊത്തം ചീത്തയാണ്, കുളത്തില്ല. Men du, kunde man ta den där frågan? Inte? അത് നമ്മള് ഇപ്പൊ സേമിയ ഉപ്പുമാവ് തന്നെയല്ലേ? സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണ്. ഞാനിവിടെ സ്വീഡനിൽ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞ കുക്കിംഗ് ചെയ്ത് തുടങ്ങിയത് തന്നെ. വീട്ടിൽ ഐ വാസ് ദാറ്റ് മടിച്ചി. അമ്മ ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറത്തില്ലായിരുന്നു. ഞാൻ ആ ഒരു ടൈപ്പായിരുന്നു. എൻ്റെ വീട്ടിലും ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും കുക്കിംഗ് ഞാൻ പഠിച്ചത്. അത് മറ്റേ ഷാൻജിയോയും വീണ ചേച്ചി ഇവർ രണ്ടിലും കാരണം ഞാൻ കുക്കിംഗ് പഠിക്കണേ. ഞാനിപ്പോൾ സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഇതൊക്കെ എല്ലാ വീട്ടിലും എല്ലായിടത്തും ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ. പക്ഷേ എനിക്ക് പണ്ട് ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ
എനിക്ക് പുച്ഛമായിരുന്നു വീട്ടിലമ്മ ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഇപ്പം ഞാനിവിടെ സ്വീഡനിലേക്ക് മാറി പുറത്ത് വന്നതിന് ശേഷം ഞാൻ അതിൻ്റെയൊക്കെ വില നല്ലപോലെ അറിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ മറ്റേ സേമിയ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെയോ രീതിയിൽ റോസ്റ്റായി പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാധനം. ഞാൻ മൾട്ടി ടാസ്ക് ചെയ്യാൻ കുറച്ച് അലമ്പാണ്. അങ്ങനെ വീഡിയോയും സേമിയ ഉപ്പുമാവും കൂടെ മൾട്ടി ടാസ്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. ഗൈസ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മിക്കവാറും സേമിയ ഉപ്പുമാവ് കരിഞ്ഞ സേമിയ ഉപ്പുമാവും. ഞാനിതൊന്ന് ഒതുക്കിയിട്ട് നമുക്ക് കാണാം. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വിഷ്ണു കഴിക്കാ? ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ. ശരിക്കും പറ, നോക്ക്. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടെന്താ? ടേസ്റ്റ് ഉണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, ആ റിയാക്ഷൻ ശരിക്കും എടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഫ്ലോപ്പ് ആയി പോയി. ഓക്കെ, ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചു. നമുക്ക് ഇനി കുളിച്ച് റെഡിയായിട്ട് ഐക്യയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഞാനിപ്പോൾ റെഡിയായി വെച്ചത് ഐക്യയിലേക്കാണോ ഇൻ്റർവ്യൂവിലേക്കാണോ പോകുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, ആണ്ടിലൊന്നിനല്ലേ പുറത്തിറങ്ങുന്നത്, കുറച്ച് ഓവറായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എടുത്തിട്ട് വരണമെങ്കിൽ വാ. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവാ. ബസ് വന്നാൽ ഞാൻ കയറിപ്പിക്കോട്ടെ. പക്ഷെ ശരിക്കും തണുപ്പെടുക്കണ്ടോ? ഇല്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഇവിടെ സൂര്യനും കാർമേഘവും ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോട്ട് എടുക്കണോ വേണ്ടോ എന്നുള്ള ഡിസ്കഷനിലായിരുന്നു ഇപ്പോൾ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഇനി നമ്മളിവിടുന്ന് പോകുന്നത് എറിക്സ്ലുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് ഐക്കിയ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇവിടെ സ്വീഡനിലാണ് ആദ്യത്തെ ഐക്കിയ സെൻറ്റർ അവർ പണിതേക്കുന്നത്. അത് ആൽംഹൾട്ടോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ALMHULT, ആ ഒരു സ്വീഡനിൽ അങ്ങനെ ഒരു സ്ഥലത്താണ് ആ ഐക്യ സെൻറ്റർ ഇപ്പോൾ ഉള്ളത്. അത് ആക്ച്വലി ഇപ്പോൾ ഒരു ഷോപ്പിംഗ് സെൻറ്റർ അല്ല, അത് അവരൊരു മ്യൂസിയം പോലെ കൺവേർട്ട് ചെയ്തിട്ടേക്കാം. നമ്മൾ ബർഗർ കിങ്ങിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വയർ ഇസ് ഫുൾ, ഹാർട്ട് ഇസ് ഫുൾ. പക്ഷെ എനിക്കൊരു ബർഗർ കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബർഗർ എടുത്തിട്ട് എൻ്റെ പോക്കറ്റിലെടുത്തിട്ടു. ഇനി വീട്ടിൽ ചെന്നിട്ട് വിശക്കുമ്പോൾ ഇനി അതെപ്പോഴെങ്കിലും കഴിക്കണം. ഗൈസ്, നമ്മളങ്ങനെ ഐക്യയിലെത്തി. ഇതാണ് ഇവിടുത്തെ ഐക്യ. ഈ സ്ഥലത്തിൻ്റെ പേരാട്ടോ എറിക്സ്ലുണ്ട്. ഇതവിടെ മെയിലിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ആക്ച്വലി ഐക്യയിൽ വന്നതിന് 2 റീസൺസ് ഉണ്ട്. ആദ്യത്തെ റീസൺ, നമ്മൾ കുറേ നാളായി പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റെ വിഷ്ണുവിൻ്റെ ഒരു വിനോദമാണ് ഇവിടെ വന്നിട്ട് ഒന്നും മേടിച്ചില്ലെങ്കിലും ചുമ്മാ ഐക്യയിൽ കൂടെ കയറി സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോകാൻ. രണ്ടാമത്തെ റീസൺ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അറിയാനുണ്ടായിരുന്നു ഇവിടെ ഐക്യയിൽ തന്നെ. അത് ഇവൻച്വലി കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ടൈം ഇസ് റൈറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം.
ഇവിടെ സ്വീഡനിൽ വന്നതിന് ശേഷം കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ഒരു പുതിയൊരു വിനോദമാണ് ഐക്കയിലൊക്കെ കയറി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നോക്കുക, പ്ലാൻ ചെയ്യുക, ഡെക്കോറും കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയാണ് എനിക്ക് പ്ലാനിങ്ങും അങ്ങനെ മേടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര, ഇപ്പം എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഈ സാധനം ഞാൻ നാട്ടിൽ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. വെറൈറ്റി ഫോൺ ഹോൾഡേഴ്സ് ഇതൊക്കെ ലൈറ്റ്സ് ഒക്കെ കിട്ടുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ലൈറ്റ്സ് ഉണ്ട്. നമ്മൾ ആക്ച്വലി വീട്ടിലേക്ക് ലൈറ്റൊക്കെ മേടിച്ചത് ഇവിടുന്നായിരുന്നു. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. ഇവിടെ മെയിൻ എന്താ വെച്ചാൽ ഇവിടുത്തെ വീടുകളിൽ പൊതുവെ ഡിം ലൈറ്റ്സാണ് എല്ലാവരും ഉപയോഗിക്കാറ്. അപ്പോൾ പ്രത്യേകിച്ച് വിൻ്ററിലൊക്കെ ഡിം ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിപ്രസിങ് ആവും. അപ്പോൾ നമ്മളത് കുറേ നാളായിട്ട് ആ ബൾബ് മാറ്റണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം അടുക്കളയിൽ അത്ര ലൈറ്റില്ല. പിന്നെ മേടിച്ച് പോയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇവിടെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പം നമ്മളൊന്നിപ്പോൾ ഐക്കിയ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിന് പോവാണ്. ഈ കാണുന്നത് ഇവിടുത്തെ വെയർ ഹൗസാണ്. ഇപ്പം നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്താൽ ഇവിടെ നിന്നായിരിക്കും നമുക്ക് വീട്ടിൽ എത്തിക്കുക. അതും ഡിസ്മാൻഡിൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. നമ്മൾ തന്നെ ഗൈഡൊക്കെ നോക്കിയിട്ട് അത് സെറ്റാക്കണം. ഇതാണ് കേട്ടോ ഐക്കയുടെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്. നമ്മൾ ഐക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഫർണിച്ചർ നമുക്ക് ആക്ച്വലി ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. ബൈ ബാക്ക് പ്രോഗ്രാം എന്ന് പറയും അതിന്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ മണി ബാക്ക് ഇല്ല. നമുക്ക് തിരിച്ചു കൊടുക്കാം, പക്ഷെ കാശ് നമുക്ക് അതിന് തിരിച്ചു കിട്ടണം എന്നുള്ളത് നമുക്ക് നിർബന്ധമില്ല. അപ്പം നമ്മൾ ഐക്കയിൽ നിന്ന് ഇറങ്ങി ആ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അവിടെ കാര്യങ്ങൾ നടന്നില്ല. ഇവിടെ തൊട്ടടുത്ത് വേറൊരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് അതുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. ടാറ്റ ബൈ ബൈ. ഈ കാണുന്ന ആ പച്ച കളർ ഷോപ്പാണ് ഗൈസ് നമ്മൾ പോകുന്ന നെക്സ്റ്റ് സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്. വല്ലാത്ത പ്രശ്നമായിരുന്നു ഗൈസ്. ആ കട അടച്ചു. ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പും. വിഷ്ണു ആണെങ്കിൽ കോട്ട് ഇട്ടിട്ടില്ല, എനിക്കാണെങ്കിൽ കോട്ട് ഇട്ടിട്ടും തണുപ്പ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിലെ അനലിറ്റിക്സ് നോക്കുമ്പോൾ കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോലെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് കാക്കനാടിൽ എൻ്റെ കുറച്ച് കൊളീഗ്സ് ഒരു റെയിൻബോയിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതും അവിടെ വരുന്നതും എല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് എനിക്ക് ഇവിടെ ഒരു റെയിൻബോ കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ.